വിശദമായി നോക്കാം. ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ദേവാലയം സന്ദർശിച്ച പ്രധാനമന്ത്രി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലാണ് മോദി സന്ദർശനം നടത്തുന്നത്. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ്. രഞ്ജിത്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജെപിയുടെ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം ചേർക്കാനുള്ള ശ്രമങ്ങൾ അത് ഫലപ്രദമായി അതിന്റെ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി ഇന്നും സംസ്ഥാനത്തും കേരളത്തിലും നമ്മൾ കണ്ടു ബിഷപ്പുമാരുമായി എല്ലാം ബിജെപിയുടെ നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിന്റെ ഭാഗമായി ആ ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇപ്പോൾ മോദി ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഒപ്പം രാഷ്ട്രീയ പശ്ചാത്തലവും. ആര്യ, 20 മിനിറ്റോളം മോഡിയുടെ സന്ദർശനം, ഈ പള്ളിയിലെ സന്ദർശനം നീണ്ടുനിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സന്ദർശനം അവസാനിച്ച് മോദി മടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വൈദിക പ്രമുഖർ പുറത്തു വന്ന മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഊഷ്മളമായ സ്വീകരണം തങ്ങൾ മോദിക്ക് നൽകിയെന്നാണ് അവർ പറഞ്ഞത്. പ്രത്യേകിച്ചും ഒരു പ്രധാനമന്ത്രി ആദ്യമായാണ് ഇത്തരം ഒരു കത്തീഡ്രൽ സന്ദർശിക്കുന്നത്, അത് ഈസ്റ്റർ ദിനത്തിൽ. അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു എന്ന് പറഞ്ഞു. രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായില്ല, ചർച്ചകൾക്കുള്ള സമയമല്ല, അതിന് സമയമുണ്ടല്ലോ എന്നാണ് വൈദിക പ്രമുഖർ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് ചോദിച്ചത്. മോദി എത്തിയത് ഈസ്റ്റർ ദിന സന്ദേശം നൽകാനാണ്. ഈസ്റ്റർ സമയത്ത് ഊഷ്മളമായ ഒരു ബന്ധം പുലർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. കൂടിക്കാഴ്ച സംഭവിച്ചു, അല്ലാതെ മറ്റ് ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പക്ഷേ തങ്ങളുടെ സന്തോഷം, പ്രധാനമന്ത്രി ഈ ഒരു ദിവസത്തിൽ കത്തീഡ്രലിൽ എത്തുകയും തങ്ങളുടെ കത്തീഡ്രൽ സന്ദർശിച്ച വിഷയത്തിലുള്ള സന്തോഷം വലിയ തോതിൽ അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 20 മിനിറ്റോളം ഈ സന്ദർശനം നീണ്ടുനിന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 5:30 കൂടിയാണ് പ്രധാനമന്ത്രി ഈ ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് കാത്തലിക് കത്തീഡ്രലിൽ എത്തിയത്. നമുക്കറിയാം, നേരത്തെ ഡിസംബറിൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടെ എത്തുകയും മതനേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന് തുടർച്ചയായി തന്നെ, പ്രത്യേകിച്ചും നേരത്തെ ആര്യ പറഞ്ഞ പോലെ ബിജെപി മുന്നോട്ട് വെക്കുന്ന ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും, കാരണം ക്രൈസ്തവ സഭകൾക്കുള്ള ചില തെറ്റിദ്ധാരണകൾ നീക്കണം എന്നുള്ളതാണ്. അതിനുള്ള പ്രാരംഭ നടപടിയായി തന്നെ മോദിയുടെ സന്ദർശനത്തെ നമുക്ക് കാണണം. കാരണം ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്ന് ബിജെപിക്ക് അനുകൂലമായ ചില സമീപകാലത്തായി സംഭവിക്കുന്നുണ്ട്. നേരത്തെ താമരശ്ശേരി ബിഷപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഇത്തരത്തിലുള്ള പ്രഖ്യാപനം ഇന്നുണ്ടായി. ഇതൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കൗതുകത്തോടെ, ജിജ്ഞാസയോടെ, അതിലുപരി ഏറെ ആശങ്കയോടെ മുന്നണികൾ കാണുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേരളത്തിനപ്പുറത്ത് ദില്ലിയിലേക്കും പോലും ഈ സൗഹൃദത്തിന്റെ ഒരു വല ബിജെപി വീശുന്നത് എന്നുള്ളതാണ് വിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. കാരണം ഇത് ബിജെപിക്ക് രാഷ്ട്രീയമായി ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്, പ്രാധാന്യമുണ്ടാക്കുന്ന കാര്യമാണ്. ന്യൂനപക്ഷങ്ങൾക്കാകട്ടെ തങ്ങളുടെ ആശങ്കകൾ മുന്നോട്ട് വെക്കാൻ, ആശങ്കകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ സർക്കാരുമായി ചേർന്ന് നിന്ന് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടെയൊക്കെ മതമേലധ്യക്ഷന്മാർ മുൻകൈയെടുക്കുന്നു. ഇവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അപ്പോൾ അവർ മുന്നോട്ട് ചില കാര്യങ്ങൾ പറയുന്നു. ബിജെപി തങ്ങൾക്ക് തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്ന നിലപാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. അതിന്റെ ഭാഗമായി അതിനോട് ചേർത്ത് വെക്കത്തക്ക വിധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ദില്ലിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങളിൽ ഇത് കൂടുതൽ വിസ്തൃതമായ ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടക്കം കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ ചോദിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആക്രമണങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെയുള്ള ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത് പരിഹരിക്കണം, ശക്തമായ നടപടി വേണമെന്നുള്ള നിലപാട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്, മതമേലധ്യക്ഷന്മാർക്കുണ്ട്. അത് ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള വേദി ഒരുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ സന്ദർശനങ്ങൾക്ക് പിന്നിലുണ്ട്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ചർച്ച, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു കൂടിക്കാഴ്ച, കുറച്ചുകൂടി മഞ്ഞുരുക്കാനുള്ള ശ്രമമൊക്കെ വരും ദിവസങ്ങൾ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. കേരളത്തിൽ നമ്മൾ ഇന്ന് കണ്ടതാണ്, ബിജെപി സംസ്ഥാന അധ്യക്ഷനടക്കം വിവിധ അരമനകളിലെത്തി മെത്രാന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഊഷ്മളമായ പല രംഗങ്ങളും കണ്ടു. ഇതിലൊക്കെ സന്തോഷം ഈ മെത്രാന്മാർ പുലർത്തുന്ന പശ്ചാത്തലവും സാഹചര്യവും നമ്മൾ കണ്ടു. ഒപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ഇടതുമുന്നണിയും വലതുമുന്നണിയും ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ള ഒന്നാണ്. അവരുടെ പ്രതികരണം അത് വളരെ ഇത്തരത്തിൽ ബിജെപി നടത്തുന്ന സന്ദർശനങ്ങൾ പരിഹാസ്യമാണ് എന്നുള്ളതാണ് കോൺഗ്രസും സിപിഎമ്മും പറയുന്നത്. രാജ്യത്തുടനീളം ക്രൈസ്തവ സമൂഹം ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുകയാണ്, അവർ അടിച്ചമർത്തപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ബിജെപി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതൊന്നും ക്രൈസ്തവ സമൂഹം ഉൾക്കൊള്ളാൻ പോകുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസും സിപിഎമ്മും പറയുന്നത്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, എന്തായാലും ഈ സന്ദർശനങ്ങളിലൊന്നും രാഷ്ട്രീയം ഇല്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ തന്നെ എന്ന് ഇതിനെ വിലയിരുത്താം.
അങ്ങനെയെങ്കിൽ ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മഞ്ഞുരുകൽ സംഭവിച്ചാൽ ഈ BJPയുമായി കൂടുതൽ അടുപ്പം ക്രൈസ്തവ സമൂഹത്തിന് സഭകൾക്ക് ഉണ്ടായാൽ വലിയൊരു വോട്ട് ചോർച്ച ഉണ്ടാകാൻ പോകുന്നത് CPMനും കോൺഗ്രസിനുമാണ് കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അടക്കം. അപ്പോൾ ഇവർ പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ എത്രത്തോളം ആശങ്കാകുലരാണ്? തീർച്ചയായും അത് തന്നെയാണ് ആര്യ. നമുക്ക് ഈ ഇടതുപക്ഷത്തിന്റെയും CPMന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണം ഈ വിഷയങ്ങളിൽ വന്നിരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് BJPയുടെ ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാത്ത BJP നേതാക്കൾ ഇപ്പോൾ അരമനകളിൽ കയറിയിറങ്ങുന്നതിനുള്ള ഇരട്ടത്താപ്പ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറുഭാഗം CPM ആകട്ടെ BJPയുടെ ഈ വിഷയത്തിൽ BJPയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുള്ള പ്രസ്താവനകൾ അല്പം മുമ്പ് ഇറക്കിയിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഇടത് വലത് മുന്നണികൾക്ക് നേരെ നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സഭാമേലധ്യക്ഷന്മാർ പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ കണക്കാക്കിയെടുക്കണം. കാരണം തങ്ങളുടെ പലവിധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അത് രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും റബ്ബറിന്റെ വിലയടക്കം റബ്ബർ മേഖലയാകെ തകർന്ന വിഷയം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്ന്, ഈ ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി നിരന്തരമായി നിലനിൽക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ നമുക്കറിയാം. കത്തോലിക്ക സഭയൊക്കെ ഈ വിഷയത്തിൽ, ലാറ്റിൻ കാത്തലിക് സഭയൊക്കെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ്. ഇതും പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ BJP പരിഹരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന BJPക്ക് ഈ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്താനാകുമെന്ന ആത്മവിശ്വാസം മതമേലധ്യക്ഷന്മാർ പങ്കുവെക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏറെ നിർണായകമായ ഒരുപാട് പ്രശ്നങ്ങൾ, ആ വിഭാഗത്തിന് കാലാകാലങ്ങളായി പരിഹരിക്കപ്പെടാത്ത നിരവധിയായ പ്രശ്നങ്ങളിൽ അവർ BJPയോട് പറയുകയും അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാവുകയും അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്താൽ തങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കുന്നതിൽ യാതൊരു മടിയില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുമ്പോൾ നേരത്തെ ആര് ചോദിച്ചതുപോലെ സ്വാഭാവികമായും അത് രണ്ട് മുന്നണികൾക്കും വലിയ വെല്ലുവിളിയാണ്. BJPക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പക്ഷേ കരുതലോടെയാണ് ഈ ബിഷപ്പുമാർക്കെതിരെയുള്ള രണ്ട് മുന്നണി നേതാക്കളുടെ പ്രതികരണം എന്നുള്ളതാണ്. CPMൽ നേരത്തെ നമുക്കറിയാം താമരശ്ശേരി ബിഷപ്പിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നത് CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി മാത്രമാണ്. മറ്റ് നേതാക്കളുടെ ഒന്നും പ്രതികരണം കാര്യമായി നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ ബിഷപ്പിനെ ഒറ്റപ്പെടുത്തി ചില പ്രതികരണങ്ങൾ വന്നത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ചില ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം പിന്തുണകൾ എന്നുള്ള ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ സന്ദർശനത്തെ തീർച്ചയായും ആകാംക്ഷയോടെ ആശങ്കയോടെ നോക്കുന്ന മുന്നണി സംവിധാനം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത് എന്ന് വേണം കാണാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല മേഖലകളിലും പല മണ്ഡലങ്ങളിലും BJP വലിയ വോട്ട് നേടുന്ന മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ നിരവധിയായി ഉണ്ട്. തിരുവനന്തപുരത്ത് തീരമേഖല അടക്കം. ആ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാമലയാവില്ല. അവിടെ കൃത്യമായി തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ആ സീറ്റ് അവർക്ക് ഉറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തടസ്സമായി നിൽക്കുന്ന ചില ഭാഗങ്ങൾ, ചില വിഷയങ്ങൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കൊണ്ടുപിടിച്ച് നടക്കുകയും ചെയ്യുന്നു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ക്രിസ്ത്യൻ സഭകൾക്ക് ആധിപത്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം പോലും ആ തരത്തിൽ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ചില തിരിച്ചടികൾ ഭയന്ന് അതിൽ തൽക്കാലം പിന്നോട്ട് പോയി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും BJPക്കൊപ്പം തങ്ങൾക്ക് ചേരുന്നതിൽ യാതൊരു മടിയുമില്ല, യാതൊരു പ്രശ്നവുമില്ല എന്ന് മതമേലധ്യക്ഷന്മാർ പറഞ്ഞു വെക്കുമ്പോൾ അത് നേരത്തെ ആര്യ പറഞ്ഞ പോലെ രണ്ട് മുന്നണികൾക്കും വലിയ വെല്ലുവിളിയായി മാറുന്ന പശ്ചാത്തലം ഒരുപക്ഷെ ഒരുങ്ങിയേക്കാം. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ഡൽഹി സേക്രഡ് ഹാർട്ട് ക്രൈസ്തവ ദേവാലയത്തിൽ സന്ദർശനം നടത്തുകയാണ്. അവിടെ ഈസ്റ്റർ ദിന പ്രത്യേക പ്രാർത്ഥനകളിലടക്കം പ്രധാനമന്ത്രി പങ്കെടുക്കുകയുണ്ടായി. ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി. ഏകദേശം 20 മിനിറ്റോളമാണ് അദ്ദേഹം പള്ളിയിൽ ചെലവഴിച്ചത്. ഈ BJPയുടെ ഏറ്റവും പുതിയ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളുടെ ഒരു നടപടി എന്നോണമാണ് മോദിയുടെ ഈ സന്ദർശനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട്. രഞ്ജിത്ത്, എന്തായാലും
മോദി ക്രൈസ്തവ ദേവാലയത്തിൽ എത്തുമ്പോൾ, സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ എത്തുമ്പോൾ അവിടുത്തെ പുരോഹിതർ പറയുന്നത് രാഷ്ട്രീയം മാറ്റിവെച്ച് നോക്കുമ്പോൾ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ദേവാലയം സന്ദർശിക്കുന്നത്. അതിൽ പരം ഒരു സന്തോഷവും അവർക്ക് അനുഭവിക്കാനില്ല എന്നുള്ളതാണ്. വളരെ ഊഷ്മളമായ സ്വാഗതമാണ് അദ്ദേഹത്തിന് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ ബിഷപ്പുമാരെ സന്ദർശിച്ച BJP നേതാക്കന്മാർക്കും സമാനമായ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഈ സ്വാഗതം ചെയ്യൽ, ഈ സ്വീകരണമൊക്കെ അനുകൂലമായി വോട്ട് ബാങ്കായി അവർക്ക് ലഭിക്കും എന്നാണോ BJP പ്രതീക്ഷിക്കുന്നത്? നമുക്കിപ്പോൾ ആര്യ, ഏതായാലും ഇപ്പോൾ മോദി മതമേലധ്യക്ഷന്മാരെ, ക്രിസ്ത്യൻ പുരോഹിതരുമായി കൂടിക്കാഴ്ച നടന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ നേരത്തെ ആര്യ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പുറത്തു വന്നതിന് ശേഷം ഇവർ പ്രതികരിച്ചത്. കാരണം തങ്ങളുടെ നേരത്തെ പറഞ്ഞ നമുക്കറിയാം, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രൂപതയിലെത്തിയപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയം ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളിലേക്ക്, സഭകളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതിന് സന്തോഷം അവർ പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ദില്ലിയിൽ പ്രധാനമന്ത്രി എത്തിയപ്പോഴും പറഞ്ഞത്. കാരണം ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ഞങ്ങളുടെ അരമനയിൽ എത്തുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞങ്ങൾക്ക് ഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. പ്രധാനമന്ത്രിയെ ഊഷ്മളമായി തന്നെ ഞങ്ങൾ സ്വീകരിച്ചു. ഇനിയും ഇത്തരം ബന്ധം ആ തരത്തിൽ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. പക്ഷേ അപ്പോഴും രാഷ്ട്രീയമായി ഒരു ചർച്ചയുടെ പ്രസക്തി ഈ ഘട്ടത്തിലില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിലൊക്കെ ഇത്തരം ചർച്ചകൾ ഇല്ല എന്നതിന് അർത്ഥമില്ലതാനും. കാരണം കൃത്യമായി തന്നെ BJPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിപ്പോൾ പല മേഖലകളിലും വിജയകരമായി അവർ നടപ്പിലാക്കിയതുപോലെ ഈ മേഖലയിൽ അവർക്ക് ചെന്നെത്താനാവാത്ത ഒരു മേഖലയിൽ വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയ പക്വതയോടുകൂടി തന്നെ ആ സമീപനം സ്വീകരിക്കുകയും പ്രധാനമന്ത്രിയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും തുറുപ്പുചീട്ടായ പ്രധാനമന്ത്രിയെ തന്നെ, നരേന്ദ്രമോദിയെ തന്നെ ഈ വിഷയത്തിൽ അവതരിപ്പിക്കുകയും സഭാ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. കാരണം ആ സഭാവിശ്വാസികളുടെ തന്നെ ഈ കൂടിക്കാഴ്ചകളൊക്കെ വലുതോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ BJP കാണുകയും ചെയ്ത പശ്ചാത്തലം നമ്മൾ കാണണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി വിശ്വാസികൾക്കൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങളാണ്. അദ്ദേഹം പുറത്തേക്ക് വരുന്നു സഭയിൽ നിന്ന്. 20 മിനിറ്റാണ് ഈ കൂടിക്കാഴ്ച നീണ്ടുവന്നത്. പക്ഷേ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇവിടെ എത്തി ഈ പള്ളിയിൽ സന്ദർശനം നടത്തിയെങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ എത്തുകയും ഇത്ര സമയം അവിടെ ചിലവഴിക്കുകയും ചെയ്യുന്നത് ആദ്യമായാണ്. അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഉള്ളതും. അദ്ദേഹം പക്ഷേ ഈ ഈസ്റ്റർ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്നൊരു വേളയായിരുന്നു. ആ ചടങ്ങുകളിൽ പങ്കെടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ വൈദികർക്കൊപ്പം, മേലധ്യക്ഷന്മാർക്കൊപ്പം, പുരോഹിതർക്കൊപ്പം 20 മിനിറ്റോളം പള്ളിക്കുള്ളിൽ ചിലവഴിക്കുകയും അദ്ദേഹം തൻ്റെ സൗഹൃദം പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം, നേരത്തെ ശ്രീ ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ അദ്ദേഹത്തിനെ അടക്കം ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും മറ്റും ചെയ്ത് പ്രാർത്ഥനാ നിർഭരനായി ഇരിക്കുന്ന പ്രധാനമന്ത്രി ദൃശ്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഏറെ നിർണായകമായ കൂടിക്കാഴ്ച എന്ന് BJP തന്നെ വിശേഷിപ്പിക്കുന്നു. ഒപ്പം ഇരുമുന്നണികളുടെയും, കേരളത്തിലെ പ്രത്യേകിച്ചും ഇരുമുന്നണികളുടെയും ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു കൂടിക്കാഴ്ചയായി ഇത് മാറുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും ചങ്കെടുപ്പ് കൂട്ടത്തക്ക വിധത്തിലുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, AK ആന്റണി, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ്, മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ ചേരുകയും അതൊരു വലിയ സംഭവമായി BJP ആഘോഷിക്കുകയും ചെയ്യുന്നു. അനിൽ ആന്റണിയെ പോലെ ഒരു നേതാവ് ശരി ആര്യ. രഞ്ജിത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. ഈസ്റ്റർ ദിനത്തിൽ പുതിയ വലിയ രാഷ്ട്രീയ നീക്കവുമായി BJP എന്തായാലും ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ മോദി സന്ദർശനം നടത്തിയിരിക്കുകയാണ്. 20 മിനിറ്റോളമാണ് സന്ദർശനം നടത്തിയത്. BJPയുടെ ഏറ്റവും പുതിയ രാഷ്ട്രീയ നീക്കമായ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തുക എന്നുള്ള ശ്രമങ്ങൾക്കിടയിലാണ് മോദിയുടെ സന്ദർശനം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. രാഷ്ട്രീയ തലത്തിൽ നോക്കുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.